അനിൽ പിള്ളയിൽ ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിന് കൂടി മാർക്കിടുകയാണ് ശ്രീ റെജി ലൂക്കോസ്. അതായത് അന്വേഷണ സംഘം ഈ കണ്ടെത്തലുകളൊക്കെ നടത്തുകയും വാസു എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. അദ്ദേഹം സർക്കാരിൽ വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് വേണമെങ്കിൽ പോലും പറയാം. സ്ത്രീ പ്രവേശന സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാൾ ശക്തൻ. മഞ്ജുഷ പറയുന്നത് കേൾക്കാൻ വയ്യ. അല്ല, റെജി പറഞ്ഞ കാര്യം താങ്കൾ കേട്ടുവല്ലോ. ഞാൻ കേട്ടു. അതായത് സർക്കാരിനാണ് മാർക്ക് കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് വാസുവിനെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞതെന്ന്. ശ്രീ റെജി ലൂക്കോസ് പല ചർച്ചകളിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്തൊക്കെ തന്നെയും ഈ കേസ് സംഭവിച്ചത് ദുര്യോഗമാണ് എന്ന് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് അദ്ദേഹം ആ ടോൺ മാറ്റിയപ്പോൾ സത്യം പറഞ്ഞ സങ്കടമാണ് തോന്നുന്നത്. ഇത് കേരള സംസ്ഥാനത്തെ സർക്കാരിന്റെയോ പിണറായി വിജയൻ സർക്കാരിന്റെയോ ഒരു ആർജവം കൊണ്ടും അല്ല ഇതൊന്നും നടക്കുന്നത്. കാരണം പിണറായി വിജയനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും തന്നെ കള്ളന്മാരാണ് എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ ഒരു മാനസപുത്രനായിരുന്നല്ലോ. രണ്ടാമത്തെ മാനസപുത്രനാണല്ലോ വാസു. ഇവരൊക്കെ മുഖ്യമന്ത്രി, വൺ ഹു നോ ബൈ ദ കമ്പനി ഹി കീപ്സ് എന്ന് ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്. ഒരാളെ അറിയണമെങ്കിൽ ആ ആളിന്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത സൗഹൃദ വിലയത്തിലുള്ള രണ്ട് വ്യക്തികളാണ് ശ്രീ ശിവശങ്കരനും വാസു. ഇവര് രണ്ടുപേരും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് എല്ലാവർക്കും ബോധ്യമായ സ്ഥിതിയില് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട് എന്ന് പൊതുസമൂഹം വിശ്വസിച്ചാൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ശ്രീ മഞ്ജുഷേ, താങ്കളുടെ ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളിലും കൊടുക്കുന്ന ഒരു വിശേഷണ പദമാണ് ശബരിമലയിലെ കൊള്ള, അല്ലെ ശബരിമലയിലെ മോഷണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഞ്ജുഷിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ എല്ലാം ഉണ്ടല്ലോ. ആ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ഇതിനകത്ത് മോഷണം നടന്നതിന്റെ ഒരു ഒഫൻസ് ഇട്ടിട്ടുണ്ടോ? ഇതിന്റെ ഒരു കൊള്ള നടന്നിട്ടുള്ളതിന്റെ ഒഫൻസ് ഇട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. പഴയ IPC കാലത്താണ് ഈ സംഭവങ്ങൾ നടന്നത്. ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയാണ്. അതനുസരിച്ച് 317 മോഷണം എന്ന് പറയുന്ന ഒഫൻസിന്റെ യാതൊരു ഒഫൻസ് ഈ കേസിനകത്തും ചാർജ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ FIR-നകത്ത് ഇട്ടിട്ടില്ല. 392 ആണ് കൊള്ള എന്ന് പറഞ്ഞത്, അതിന്റെയും FIR ഇട്ടിട്ടില്ല. ഇതിനകത്ത് എന്താണ്? ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാല് വിശ്വാസപൂർവ്വം ചെയ്യേണ്ട പ്രവൃത്തികൾ വിശ്വാസപൂർവ്വം ചെയ്യാത്ത നിമിത്തം ആർക്കെങ്കിലും നഷ്ടവും ആർക്കെങ്കിലും ലാഭവും ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒഫൻസുകളുടെ എല്ലാം രത്ന ചുരുക്കം. എന്ന് പറഞ്ഞാല് ഒരു സാധാരണ മജിസ്ട്രേറ്റ് ആണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമല ദേവസ്വത്തിനും അന്യായ നഷ്ടം വരുത്തിയതായി വെളിവായിട്ടുണ്ട്. അതാണ് വകുപ്പുകൾ, അതാണ് 403, 406, 409, 466, 467 അല്ലെ? അത്രേ ഉള്ളൂ. 120B ഉണ്ട്. 120B എന്ന് വെച്ചാൽ ഗൂഢാലോചനയാണ്. 34 രണ്ടോ അതിലധികമോ പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തുന്നതിനാണ് 34 എന്ന് പറയുന്ന വകുപ്പ്. ഇതിനകത്ത് ഒരു മോഷണവും നടന്നിട്ടില്ല. ഇത് സാധാരണ ഒരു സിമ്പിൾ കേസ് എന്ന രീതിയിൽ മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ പോലും സാധിക്കുള്ളൂ. അല്ല കൊള്ളയെന്നോ മോഷണമെന്നോ എന്നുള്ള വാക്കുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? പ്രതികളെ രക്ഷിക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്നാണോ? അല്ലല്ല. അതിനകത്ത് നമ്മൾ ഇതിന്റെ ഡീപ്പിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനകത്തെ 466 എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് ഒരു പബ്ലിക് സെർവന്റ് ആയിട്ടുള്ള ഒരാൾക്കാർ ചെയ്യുന്ന കുറ്റമാണ് 466. അങ്ങനെ വരുമ്പോൾ പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരമുള്ള സെഷൻസ് ഒഫൻസ് കൂടെ ഈ കേസിനകത്ത് ഇട്ടില്ല എങ്കിൽ ഈ കേസിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നിയമരംഗത്തുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. വാസു നിസ്സാരനായ വ്യക്തിയല്ലല്ലോ. വാസു 2 ടേം ദേവസ്വം കമ്മീഷണറും 1 ടേം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു. അതിനിടക്കാലത്ത് ക്വാസി ജുഡീഷ്യൽ പവർ ഉള്ള വിജിലൻസിന്റെ ട്രൈബ്യൂണലായി പ്രവർത്തിക്കുകയും ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തൊരു വക്കീലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ധാരണയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ നാളിതുവരെ അദ്ദേഹത്തിനെ 2 തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു, 2ാം തവണ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസിലോ അദ്ദേഹത്തിന്റെ വീട്ടിലോ യാതൊരു വിധമായ റെയ്ഡും നാളിതുവരെ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് നാളിതുവരെ യാതൊരു രേഖയും പിടിച്ചെടുത്തിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കേസ് വളരെ ഗുരുതരമായ വീക്ക്നെസ് ഈ കേസിനുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് ശ്രീ അനിൽ പിള്ളയിൽ. ഹൈക്കോടതി വെറുതെ ഇരിക്കില്ല. ഇതുവരെ ഹൈക്കോടതിയുടെ ഈ കേസിലുള്ള ഇടപെടൽ വെച്ച് നോക്കുമ്പോൾ അതിശക്തമായ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നിനു പിന്നാലെ മറ്റൊന്നായിട്ട് ഉത്തരവുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്വേഷണ സംഘം ഈ പറയുന്ന ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ വലിയ വിമർശനം നേരിടേണ്ടി വരും.
ഹൈക്കോടതിക്ക് മേൽനോട്ട ചുമതല മാത്രമല്ലേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി ഒരു വീട് റെയ്ഡ് ചെയ്യണമെന്നോ ആ വീട്ടിൽ നിന്ന് സാധനങ്ങൾ പിടിച്ചെടുക്കണമെന്നോ പറയാൻ അദ്ദേഹത്തിന് ഹൈക്കോടതിക്ക് പക്ഷേ അന്വേഷണ സാധിക്കില്ലല്ലോ. സംഘം ഈ എൻ വാസുവിനെ പോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി എങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മികവും അവിടെ സ്വാധീനത്തിന് അടിപ്പെടാതെയുള്ള പ്രവർത്തനവും എന്ന് പറയേണ്ടി വരില്ലേ ശ്രീ അനിൽ പിള്ളയിൽ? അത് മാത്രമല്ല, അടുത്തതായി എ പത്മകുമാറിലേക്ക് പോവുകയാണ്. പത്മകുമാർ സമയം ചോദിച്ചതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടായേനെ. ഈ കേരള സംസ്ഥാനത്തെ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ഈ കേസ് ഉണ്ടായ ദിവസം തൊട്ട് അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. ഈ കേസിനകത്ത് വാസു പ്രതിയാണ്, പത്മകുമാർ പ്രതിയാണ്. ഇവരുടെയൊക്കെ അറിവും സമ്മതവും ഇല്ലാതെ, ഇവരുടെ ഗുരുഭൂതന്മാർ കാരണഭൂതന്മാരുടെ കൂടി അറിവില്ലാതെ ഈ കേസിനകത്ത് യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് എല്ലാ കൊച്ചു കുട്ടികൾക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസിന്റെ ആദ്യഘട്ടത്തില് താങ്കളുടെ ചാനലിൽ ഉൾപ്പെടെ പത്മകുമാർ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ദൈവതുല്യരായി കരുതുന്ന ചില വ്യക്തികൾ എന്നെ ചതിച്ചു എന്ന രീതിയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി. ശ്രീ പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി അംഗം തന്നെയാണ്. അദ്ദേഹം ദൈവതുല്യരായി കരുതുന്ന ഏതായാലും പ്രോട്ടോകോൾ അനുസരിച്ച് അതിന് മുകളിലുള്ള വ്യക്തികളെ ആയിരിക്കുമല്ലോ. അതിന് താഴെയുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, ഏരിയ കമ്മിറ്റി അംഗങ്ങളെ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഒന്നും അദ്ദേഹം ദൈവതുല്യരായി കാണില്ലല്ലോ. അദ്ദേഹം ദൈവതുല്യരായി കാണുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങള്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങള് തുടങ്ങിയ വ്യക്തികളാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ഇതിന്റെ അന്വേഷണം ഞങ്ങളെയൊക്കെ മോഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നത് ഞങ്ങളുടെ ദൈവങ്ങളായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും വാസവനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും അല്ലെ മുഖ്യമന്ത്രി പോലും ആണ് എന്നുള്ളതിന്റെ സൂചനയാണ് പത്മകുമാർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ അന്വേഷണം കൃത്യമായി ഏതെങ്കിലും നല്ല ഒരു ഏജൻസി, ഇതിനകത്ത് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് സംവിധാനത്തിന് ചില പരിമിതികളുണ്ട്. അവർക്ക് ഇതിന്റെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. ഹൈക്കോടതിക്ക് ഏതായാലും പരിമിതികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ പരിമിതികളും കേരള പോലീസിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇതിന്റെ അന്വേഷണത്തിന്റെ കൂടുതലായിട്ട് മുമ്പോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ പൊതുസമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഏതാണ്ട് വാസുവിലേക്ക് വന്നു, വാസുവിനെ അറസ്റ്റ് ചെയ്തു, അടുത്തത് ഞങ്ങൾ പത്മകുമാറിലേക്ക് പോകും, വേണ്ടി വന്നാൽ ഞങ്ങൾ പ്രശാന്തിലേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉളവാക്കുക എന്ന് മാത്രമേ ഇതിന്റെ ലക്ഷ്യമുള്ളൂ. ഈ പ്രശാന്തിലേക്ക് പോകാൻ എന്തെങ്കിലും തടസ്സം ഇപ്പോൾ ഉണ്ടോ ശ്രീ അനിൽ പിള്ളയിൽ? ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ ഈ വാസുവിനെ അറസ്റ്റ് ചെയ്ത അതേ സാഹചര്യം തന്നെയാണ് പ്രശാന്തിന്റെ കാര്യത്തിലും ഉള്ളത്. പ്രശാന്തും ഈ വാസു കമ്മീഷണറായപ്പോൾ ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ വാസു പ്രസിഡന്റായ സമയത്ത് ചെയ്ത പ്രവൃത്തി ഇത് തന്നെയാണ് പ്രശാന്തും ചെയ്തിരിക്കുന്നത്. പ്രശാന്തിനും അറിയാമായിരുന്നു ഇങ്ങനെ കൊടുത്തുവിടുന്നതിലുള്ള പ്രശ്നങ്ങൾ ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ്, ഹൈക്കോടതിയെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കേണ്ടതാണ്, ഇതൊക്കെ അദ്ദേഹത്തിനും അറിയാമായിരുന്നു. എന്തിനീ അനാവശ്യ ധൃതി കാട്ടി? ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും പ്രശാന്ത് ഇതിനകത്ത് ഒരു വിശുദ്ധ പശു ഒന്നുമല്ല. പ്രശാന്തിന് കൃത്യമായിട്ടറിയാം. കോൺഗ്രസിൽ നിന്നുകൊണ്ട് എല്ലാ തട്ടിപ്പും വെട്ടിപ്പും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രശാന്ത്. അവിടെ പഠിച്ച വെട്ടിപ്പിന്റെ ഡിഗ്രിയും ഇവിടെ വന്ന് CPM-ൽ ചേർന്നപ്പോൾ കിട്ടിയ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെ പോസ്റ്റ് ഗ്രാജുവേഷനോടെ ചേർന്നപ്പോൾ തീർച്ചയായിട്ടും പ്രശാന്ത് ശുദ്ധനായിട്ടുള്ള വ്യക്താവൊന്നുമല്ല, ശുദ്ധനായ 24 ക്യാരറ്റ് കള്ളൻ തന്നെയാണ് പ്രശാന്ത്. എന്ന് വെച്ചാൽ കള്ളത്തരത്തിന്റെ ഡിഗ്രി അദ്ദേഹം UDF-ൽ നിന്നെടുത്തു, കള്ളത്തരത്തിന്റെ PG അദ്ദേഹം LDF-ൽ നിന്നെടുത്തു. ഇത് രണ്ടുകൂടെ ചേർന്ന് ശുദ്ധമായ തട്ടിപ്പ് വാസുവിന്റെ കൂട്ടുള്ള ആൾക്കാരുടെ ഉപദേശവും അദ്ദേഹം തേടിക്കാണുമെന്നുള്ളത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രശാന്തിലേക്ക് കൂടുതൽ അന്വേഷണം പോകും. പക്ഷെ പ്രശാന്തിൽ മാത്രമായിട്ട് അന്വേഷണം നിൽക്കരുത്. അക്കാലത്തെ ദേവസ്വത്തിന്റെ മന്ത്രിമാർ അവരറിയാതെ ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ഇപ്രകാരമുള്ള ഒരു കൊള്ളയ്ക്കുള്ള സാഹചര്യമേ ഇല്ല. അവർക്ക് സാധിക്കില്ല. അത്രമാത്രം വ്യവസ്ഥകളും സംവിധാനങ്ങളും ഉള്ള ഒരു സിസ്റ്റമാണ് ശബരിമലയിൽ ഉള്ളത്. അതിനെ മുതലെടുത്തുകൊണ്ട് ശബരിമലയിലെ കട്ടിളപ്പാളി തുരന്നെടുക്കാനുള്ള ധൈര്യവും തന്റെ ഇടവും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്ന പിണറായിയും വാസവനും അല്ലെങ്കിൽ മുൻപുള്ള ദേവസ്വം മന്ത്രിയും ഒക്കെയാണ് പത്മകുമാറിന്റെ ദൈവങ്ങൾ. 2019 ഈ കൊള്ള നടന്നത്.